ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 കേരള പാഠാവലിയിലെ യൂണിറ്റ് 3 കുട്ടികളെല്ലാവരും ഇപ്പോൾ ഓരോരോ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇടുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 2 ചാപ്റ്ററും കിടക്കുന്നത് ഏത് യൂണിറ്റിനകത്താണ്? നമ്മുടെ ഈ യൂണിറ്റ് 3-നകത്താണ്. യൂണിറ്റിൻ്റെ പേര് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്നാണ്. സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന യൂണിറ്റിനകത്തു നിന്നുള്ള ആ 3 ചാപ്റ്റേഴ്സ് സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റ് മുഴുവൻ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റിനകത്തുള്ള 3 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? സെറ്റാക്കി കയ്യിൽ വെക്കുന്നു. റെഡിയാണല്ലോ? നോക്കുക. 1 പ്രലോഭനം, 2 യുദ്ധത്തിൻ്റെ പരിണാമം, 3 ആത്മാവിൻ്റെ വെളിപാടുകൾ. ഈ 3 പാഠഭാഗങ്ങളെയാണ് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? പ്രലോഭനം എന്നുള്ള പാഠഭാഗമാണ്. പ്രലോഭനം എന്നുള്ളത് ഒരു ആട്ടക്കഥയാണ്. പ്രലോഭനം എന്നുള്ളത് ആട്ടക്കഥയാണ്. അപ്പോൾ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്ടക്കഥ എന്ന് വിളിക്കുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപം. എന്താണോ കഥകളി വേദിയിൽ ആടേണ്ടത്, അരങ്ങത്താടേണ്ടത്, അത് എഴുതി വെക്കപ്പെട്ട രൂപത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആട്ടക്കഥ എന്ന് പറയുന്നത്. പ്രശസ്തനായ ഒരു ആട്ടക്കഥ രചയിതാവാണ് ഉണ്ണായി വാര്യർ. പ്രശസ്തനായ ഒരു ആട്ടക്കഥ രചയിതാവാണ് ആര്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. ഉണ്ണായി വാര്യരുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് ഇത് നളചരിതം ആട്ടക്കഥ. ഈ നളചരിതം ആട്ടക്കഥയിൽ നിന്ന് എടുത്തതാണ് പ്രലോഭനം എന്നുള്ള പാഠഭാഗം. ഒരാളെ എന്തെങ്കിലും സമ്മാനങ്ങളോ മറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്ന വസ്തുക്കളോ കൊടുത്ത് മറ്റൊരു പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രലോഭനം എന്ന് വിളിക്കാം. അത്തരത്തിലൊരു പ്രലോഭനം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ പാഠഭാഗത്തുള്ള നളദമയന്തി വിവാഹം നടക്കുന്ന സമയത്ത് ദമയന്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന കലി ഈ വിവരം പറഞ്ഞ് കുപിതനാകുന്നു. ഇവരെ രണ്ടുപേരെയും പിരിച്ചകറ്റുമെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രതിജ്ഞ എടുക്കുന്നു. അതിനുവേണ്ടി നളൻ്റെ അനിയനായ പുഷ്കരനെ രാജഭരണവും മറ്റും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുന്നതാണ് ഇത് നമ്മുടെ ഈ പാഠഭാഗം. സെറ്റാണല്ലോ? സെറ്റ്. പാഠസംഗ്രഹത്തിലേക്ക് വരാം. നളചരിതം ആട്ടക്കഥയിലെ 2ാം ദിവസത്തിൽ പരാമർശിക്കുന്നതാണ് പ്രലോഭനം എന്ന പാഠഭാഗം. ഓർമ്മയിൽ വെക്കുക. നളചരിതം ആട്ടക്കഥയിലെ 2ാം ദിവസത്തിൽ പരാമർശിക്കുന്നതാണ് പ്രലോഭനം എന്ന പാഠഭാഗം. ദമയന്തിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വരുന്ന കലി ദ്വാപരന്മാർ വഴി മധ്യേ ദേവന്മാരിൽ നിന്ന് ദമയന്തി നളനെ വിവാഹം കഴിച്ചതായി അറിയുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന കലിയും ദ്വാപരന്മാരും വഴിയിൽ വെച്ച് ദേവന്മാരെ കണ്ടുമുട്ടുന്നു. അവരിൽ നിന്ന് ദമയന്തി നളനെ വിവാഹം കഴിച്ച വാർത്തയാണ് എന്ത് ചെയ്യുന്നത്? അറിയുന്നത്. വിവാഹം കഴിച്ച വാർത്ത അറിയുന്നു. അപ്പോൾ കോപാകുലനായ കലി നളദമയന്തിമാരെ തമ്മിലകറ്റി രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ശപഥം ചെയ്യുന്നു. അതിനായി കലി നള സഹോദരനായ പുഷ്കരനെ സമീപിച്ച് പ്രലോഭിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ സന്ദർഭം. എവിടെ? അതിനു വേണ്ടിയിട്ട് കലി നളൻ്റെ സഹോദരനായ പുഷ്കരനെ സമീപിച്ച് രാജഭരണമില്ലാതെ കൊട്ടാരത്തിനകത്ത് വെറുതെ കഴിയുകയാണ്. അതിനകത്ത് അയാൾക്ക് ഒരുപാട് അപ്രീതിയുണ്ട്. അയാളെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്തുന്നതാണ് നമ്മുടെ പാഠസന്ദർഭം. അന്യൻ്റെ ധനം അപഹരിച്ചാൽ അത് തനിക്ക് തന്നെ ആപത്തായി ഭവിക്കുമെന്ന് ജളനായതുകൊണ്ട് പുഷ്കരന് മനസ്സിലായില്ല. അന്യൻ്റെ ധനം അപഹരിച്ചാൽ അത് തനിക്ക് തന്നെ ആപത്തായി ഭവിക്കുമെന്ന് ജളനായതുകൊണ്ട് പുഷ്കരന് മനസ്സിലായില്ല. പുഷ്കരൻ്റെ മാനസികാവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണ് കലി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുന്നത്. തനിക്ക് രാജാവാകാൻ പറ്റാത്തതിൽ മനസ്സ് മടുത്ത് സങ്കടപ്പെട്ട് ഏട്ടൻ്റെ കൊട്ടാരത്തിൽ എന്ത് ചെയ്യാണ്? കഴിഞ്ഞുകൂടുകയാണ്. ഒരുപാട് പ്രതിഷേധം ഉള്ളിലുണ്ട്, പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. അത് കൃത്യമായിട്ട് ആര് മനസ്സിലാക്കി? കലി മനസ്സിലാക്കിയിട്ട് രാജ്യവും ഭരണവും നിനക്ക് തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് എന്ത് ചെയ്യുന്നു? പ്രലോഭിപ്പിക്കുന്നു. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ രത്നചുരുക്കം. സെറ്റല്ലേ? ദെൻ വൈരസേനിക്കിഹ ഞാൻ കലി തവ ഞാൻ മിത്രം. പരിചയപ്പെടുത്തി കൊടുക്കാണ് കലി. ആർക്ക്? പുഷ്കരന്. ഞാൻ ആരാണ്? ഞാൻ വൈരിയാണ്. ആരാണ്? ശത്രുവാണ്.
ആർക്ക്? വൈരസേനി. വീരസേനന്റെ പുത്രൻ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ആരെയാണ്? നളനെയാണ്. ഇവിടെ ഞാൻ നളൻ ആരാണ്? ശത്രുവാണ്, എൻ്റെ പേര് കലി എന്നാണ്. എന്നാൽ തവ, നിനക്ക് ഞാൻ ആരാണ്? മിത്രമാണ്, കൂട്ടുകാരനാണ്. ഈ നിനക്ക് എന്ന് പറയുമ്പോൾ ഇയാൾ ആരാണ്? ഇതും യഥാർത്ഥത്തിൽ വൈരസേനിയാണ്, വീരസേനന്റെ പുത്രനാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു ദ്വയാർത്ഥം അതിനകത്ത് വരുന്നുണ്ട്. കലി ഇപ്രകാരം സ്വയം പരിചയപ്പെടുത്തുന്നതിലെ നാടകീയത വിശകലനം ചെയ്യുക. സെറ്റാണോ ചോദ്യം? ഉത്തരം നോക്കുക. അത്യന്തം നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. യാതൊരു മുൻപരിചയവുമില്ലാത്ത പുഷ്കരനെ കലി സമീപിക്കുന്നത് തന്നെ നാടകീയതയ്ക്ക് തുടക്കം കുറിക്കുന്നു. യാതൊരു മുൻപരിചയവുമില്ലാത്ത കലിയെ പുഷ്കരൻ സ്വീകരിക്കണമെന്നില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താൻ നളന്റെ ശത്രുവാണെന്നും നിനക്ക് താൻ മിത്രമാണെന്നും പറയുന്നത്. ഇതും പറഞ്ഞാണ് വളരെ നാടകീയമായി കലി പുഷ്കരനെ സ്വയം പരിചയപ്പെടുത്തുന്നത്. കാര്യങ്ങളെല്ലാം താൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രതിവിധിയുമായി വന്നിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തൻ്റെ കൂടെ നിന്നാൽ വിജയം ഉറപ്പാണെന്നുമുള്ള വിശ്വാസ്യത ഉറപ്പിക്കാൻ ഇത്തരം നാടകീയ ഇടപെടലുകൾക്ക് കഴിയും എന്നതാണ് വസ്തുത. മാത്രമല്ല, സ്വയം സർവാധിപതിയായി കരുതുന്ന ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും ഇത്തരം ആജ്ഞാസ്വരങ്ങളും നാടകീയതയും നിറഞ്ഞു നിൽക്കുന്നത് വളരെ സ്വാഭാവികവുമാണ്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, നളനു വേറെ കർമ്മം, നമുക്ക് കർമ്മം വേറെ. നളനും തനിക്കും വേറെ വേറെയാണ് കർമ്മങ്ങൾ എന്നതുകൊണ്ട് പുഷ്കരൻ അർത്ഥമാക്കുന്നത് എന്തൊക്കെയാവാം? ഇത് പറയുമ്പം പുഷ്കരന്റെ മനോനില മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ വിശദമാക്കുക. പുഷ്കരന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പുഷ്കരന്റെ മനസ്സ് വായിച്ചെടുക്കാം. ഏത് രൂപത്തിലും പുഷ്കരന്റെ മാനസികാവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിക്കൊള്ളാം. അത്യന്തം അസൂയാലുവും അസംതൃപ്തനുമാണ് പുഷ്കരൻ. താൻ രാജാവാകാൻ പറ്റാത്തതിലുള്ള അസംതൃപ്തിയുണ്ട്, നളൻ രാജാവായതിൽ അസൂയയുമുണ്ട്. നളൻ പ്രജാക്ഷേമ തൽപരനാകയാൽ സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമാണ്. മാത്രമല്ല, സുന്ദരീരത്നമായ ദമയന്തിയോടൊപ്പം ഐശ്വര്യവാനായി കഴിയുന്നു. താനും രാജകുടുംബാംഗമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരമില്ലായകയാൽ നളനെ എന്ന പോലെ തന്നെ ആരും കാണാൻ വരുന്നില്ല. അങ്ങനെ ആകെ കൂടി ഒരു മങ്ങലോടെ അലസതയിൽ മുങ്ങിക്കഴിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ ധ്വനിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. സെറ്റാണോ? നോക്കുക, പുഷ്കരന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് പുഷ്കരന്റെ മനസ്സ് വായിച്ചെടുക്കാം. അത്യന്തം അസൂയാലുവും അസംതൃപ്തനുമാണ് പുഷ്കരൻ. നളൻ പ്രജാക്ഷേമ തൽപരനാകയാൽ സകല ജനങ്ങളുടെയും ആരാധനാപാത്രവുമാണ്. മാത്രമല്ല, സുന്ദരീരത്നമായ ദമയന്തിയോടൊപ്പം ഐശ്വര്യവാനായി കഴിയുകയും ചെയ്യുന്നുണ്ട് ആര്? നളൻ. താനും ഒരു രാജകുടുംബാംഗമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അധികാരമില്ലായകയാൽ നളനെ എന്ന പോലെ തന്നെ ആരും കാണാൻ വരുന്നില്ല. അങ്ങനെ ആകെ കൂടി ഒരു മങ്ങലോടെ അലസതയിൽ മുങ്ങിക്കഴിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ ധ്വനിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. കലിയുടെ ഈ സമീപനം നിലമറിഞ്ഞ് വിത്തിടുക എന്ന ചൊല്ലുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക. പുഷ്കരനെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ എന്ന് ആര് പറയുന്നത്? കലി പറയുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണിത്. വിത്ത് വിതയ്ക്കുമ്പോൾ കൃഷിക്ക് യോജിച്ച നിലമാണോ എന്നറിയണം. നമ്മൾ പറ്റിയ ഒരാളെ തേടി പിടിച്ച് നോക്കുമ്പോൾ വിത്തിറക്കണം, ആളെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരണം. വരുതിയിൽ വരാൻ പറ്റുന്ന ആളാണെന്ന് ആദ്യം നോക്കണം. യോജിച്ച നിലമാണെങ്കിൽ മാത്രമേ ആ വിത്ത് മുളച്ച് പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അതുപോലെ നിരാശനായി കഴിയുന്ന പുഷ്കരന്റെ മനസ്സ് മനസ്സിലാക്കിയാണ് കലി തന്ത്രം പ്രയോഗിച്ചത്. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചൊല്ല് അന്വർത്ഥമാണ്. സെറ്റാണല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ, യുദ്ധത്തിന്റെ പരിണാമം. മലയാള സാഹിത്യത്തിലെ ഒരു പ്രസിദ്ധ നിരൂപകനാണ് ആര്? കുട്ടിക്കൃഷ്ണമാരാർ. ഈ കുട്ടിക്കൃഷ്ണമാരാർ തയ്യാറാക്കിയ ഒരു കൃതിയാണിത്, ഭാരത പര്യടനം. കുട്ടിക്കൃഷ്ണമാരാർ തയ്യാറാക്കിയ ഒരു കൃതിയുടെ പേരാണ് ഭാരത പര്യടനം. ഈ ഭാരത പര്യടനം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിരൂപണ ഗ്രന്ഥമാണ്. ഭാരത പര്യടനം എന്ന് പറയുന്നത് ഒരു നിരൂപണ ഗ്രന്ഥമാണ്. ഏത് ഗ്രന്ഥത്തിനെയാണ് നിരൂപണം ചെയ്തിരിക്കുന്നത്? വ്യാസന്റെ മഹാഭാരതത്തെ നിരൂപണം ചെയ്ത് കുട്ടിക്കൃഷ്ണമാരാർ തയ്യാറാക്കിയ കൃതിയാണ് ഇത് ഭാരത പര്യടനം. ആ ഭാരത പര്യടനത്തിൽ നിന്നെടുത്തതാണ് യുദ്ധത്തിന്റെ പരിണാമം. വ്യാസൻ മഹാഭാരതം രചിച്ചത് യുദ്ധത്തെ വർണ്ണിക്കാനല്ല, മറിച്ച് യുദ്ധം കൊണ്ട് ഉണ്ടാകാവുന്ന വിനാശങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന്
കൃത്യമായിട്ട് കുട്ടിക്കൃഷ്ണമാരർ കീറി മുറിച്ച് പരിശോധിച്ച് നമ്മുടെ കയ്യിലേക്ക് തരുന്നതാണ് ഇത് യുദ്ധത്തിൻ്റെ പരിണാമം എന്നുള്ള പാഠഭാഗം. ഓർത്തു വെക്കുക, ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നെടുത്താണ് യുദ്ധത്തിൻ്റെ പരിണാമം. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെട്ട ഗ്രന്ഥമാണ്? ഒരു നിരൂപണ ഗ്രന്ഥമാണ്. ഏതിനെയാണ് നിരൂപണം ചെയ്തിരിക്കുന്നത്? മഹാഭാരതത്തെയാണ് നിരൂപണം ചെയ്തിരിക്കുന്നത്. ആരാണ് കൃതി എഴുതിയിരിക്കുന്നത്? കുട്ടിക്കൃഷ്ണമാരാരാണ് കൃതി എഴുതിയിരിക്കുന്നത്. സെറ്റ്. ഇനി നോക്കുക, കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടത് എന്ന് പറയാം. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടത് എന്ന് പറയാം. യുദ്ധം കൊണ്ട് മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയും വിഭവങ്ങൾ നശിപ്പിച്ച് നേടുന്നവ ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയുകയില്ല. ധർമ്മയുദ്ധം എന്നറിയപ്പെടുന്ന കുരുക്ഷേത്ര യുദ്ധം സഹോദരങ്ങൾ തമ്മിലായിരുന്നു. ധർമ്മയുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുരുക്ഷേത്ര യുദ്ധം, മഹാഭാരത യുദ്ധം സഹോദരങ്ങൾ തമ്മിലായിരുന്നു. ആരൊക്കെയാണ് ആ സഹോദരങ്ങൾ? ഒന്ന് ഭാഗത്ത് പാണ്ഡവർ, മറുഭാഗത്ത് ആരാണ്? കൗരവർ. പാണ്ഡവരും കൗരവരും തമ്മിലായിരുന്നു എന്ത് നടന്നിരുന്നത്? ധർമ്മയുദ്ധം എന്നറിയപ്പെടുന്ന കുരുക്ഷേത്ര യുദ്ധം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് ധർമ്മയുദ്ധം എന്ന് വിളിക്കാൻ കാരണം? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പാഠഭാഗത്തിലെ ആദ്യത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, അവർ തമ്മിലുണ്ടാക്കിയ കരാർ, കാലാളോടും കുതിരപ്പുറത്തിരിക്കുന്നവനോടും ആനപ്പുറത്തിരിക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പിന്തിരിഞ്ഞവനെ, പരിക്ക് പറ്റിയവനെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു കരാറുണ്ടല്ലോ ആദ്യത്തെ പാരഗ്രാഫ്. അത് ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ. എന്നാൽ ഇതൊക്കെ കരാറുകൾ ഉണ്ടാക്കിയിട്ടും അധർമ്മത്തിന്റെ പാരമ്യത്തിലായിരുന്നു യുദ്ധം. ആ കരാറുകളൊക്കെ കാറ്റിൽ പറത്തുന്ന രൂപത്തിലായിരുന്നു യുദ്ധം നടന്നത്. വളരെ കാലം പല കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നു. യുദ്ധത്തിലും ധാരാളം പ്രയാസങ്ങൾ നേരിട്ടു. ഒടുവിൽ ആര് ജയിച്ചു? പാണ്ഡവർ ചതിയിലൂടെ ജയിച്ചു. അങ്ങനെ ഒടുവിൽ വളരെ പണിപ്പെട്ട് നേടിയ വിജയം മതിവരുവോളം ഒന്ന് കാണാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ യുദ്ധത്തിൽ അവശേഷിച്ചിരുന്ന തങ്ങളുടെ പുത്രന്മാരുൾപ്പെടെയുള്ള ബന്ധുജനങ്ങൾ മരിച്ചതറിഞ്ഞപ്പോഴാണ് യുദ്ധം തികച്ചും പരാജയമായി യുധിഷ്ഠിരന് തോന്നിയത്. അതിൽ കൗരവപക്ഷത്ത് ബാക്കിയായിരുന്ന അശ്വത്ഥാമാവ് പക വീട്ടാൻ ഇറങ്ങിയപ്പോൾ ആ പക കൊണ്ട് പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള മുഴുവൻ പേരെ എന്ത് ചെയ്തു? കൊന്നൊടുക്കിയപ്പോഴാണ് യുധിഷ്ഠിരന് ഈ ജയമൊന്നും ഒരു ജയമല്ല, അത് പരാജയം തന്നെയാണ് എന്നുള്ള ബോധ്യമുണ്ടായത്. അശ്വത്ഥാമാവിൻ്റെ പകയുടെ പരിണിത ഫലം. ഈ അശ്വത്ഥാമാവിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ്രൗണി എന്ന് വിളിക്കുന്നത്. അശ്വത്ഥാമാവിനെ തന്നെയാണ് ദ്രൗണി എന്ന് വിളിക്കുന്നത്. അശ്വത്ഥാമാവിൻ്റെ പകയുടെ പരിണിത ഫലം മറ്റുള്ളവർക്ക് മാത്രമല്ല, സ്വയം അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടതായി വന്നു. യുദ്ധം എപ്പോഴും നാശം മാത്രമേ വരുത്തുകയുള്ളൂ. ലോകത്ത് ഇന്നേ വരെ നടന്ന ഒരു യുദ്ധവും വിജയമായിരുന്നില്ല. തലമുറകളോളം പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വൻ പരാജയങ്ങളായിരുന്നു. ഈ സത്യം കുരുക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവചിക്കുകയാണ് ആര് ചെയ്തത്? വ്യാസൻ ചെയ്തത്. സെറ്റാണല്ലോ. അതാണ് നമ്മൾ ചുരുക്കി എന്ത് ചെയ്യുന്നത്, പഠിച്ചിരുന്ന ചോദ്യം നോക്കുക. യുദ്ധങ്ങളെല്ലാം സർവനാശത്തിലേക്ക് നയിക്കുന്നു എന്ന ശീർഷകത്തിൽ ഒരു പ്രഭാഷണവും പ്രസംഗവും ഒന്ന് തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ നോക്കുക. പ്രസംഗം തയ്യാറാക്കുക. ഏത് രൂപത്തിൽ യുദ്ധത്തിനെതിരെയുള്ള ഒരു പ്രസംഗം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റുള്ളവരെ നമസ്കാരം. എന്നിട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും യുദ്ധം ഒരു പരിഹാരമല്ല. ഇത് പോയിന്റാണ്, ഇതിനെ പാരഗ്രാഫിലേക്ക് കൊണ്ടുവരണം. ആയുധ വ്യാപാരമാണ് ഇന്ന് കാര്യമായിട്ട് നടക്കുന്നത്. ഓരോ യുദ്ധവും മനുഷ്യനും പ്രകൃതിക്കും ഭൂമിക്കും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ഇന്ന് പരിഹരിക്കാൻ പറ്റാത്തതാണ്. ഓരോ യുദ്ധവും പുതിയ യുദ്ധങ്ങൾക്കാണ് കാരണമാകുന്നത്. യുദ്ധം കൊണ്ട് ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ സാധിക്കുന്നില്ല. യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽപ്പെട്ടതാണ് ഒരുപാട് അഭയാർത്ഥികൾ. അവർക്ക് അഭയം കൊടുക്കാൻ ആരുമില്ല. അതുപോലെ അനാഥരായ മക്കളില്ലാത്ത അച്ഛനമ്മമാർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? സൃഷ്ടിക്കപ്പെടുന്നത് യുദ്ധത്തിൻ്റെ ഒരു വലിയ സാമൂഹിക പ്രശ്നം കൂടിയാണ്. സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കലാണ് മനുഷ്യനെ കീഴടക്കാനുള്ള വഴി. സംഘർഷങ്ങൾ ഒഴിവാക്കി അതിലൂടെ ആയുധങ്ങളും യുദ്ധങ്ങളും ഉപേക്ഷിക്കലാണ് ലോക സമാധാനത്തിന് വേണ്ട മാർഗം. മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങളല്ല, ജീവിപ്പിക്കാനുള്ള അന്നമാണ് വേണ്ടത് എന്നൊരു ആഹ്വാനത്തോടു കൂടി വേണം നമ്മുടെ പ്രസംഗം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗത്തിനാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിൻ്റെ ഔചിത്യം പരിശോധിക്കുക.
നമ്മുടെ പാഠഭാഗത്തുള്ള അശ്വത്ഥാമാവ് അല്ലെങ്കിൽ ദ്രൗണി ശാപം കിട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ചിരഞ്ജീവിയായി മാറിയിട്ടുണ്ട്. കാരണം പക മനുഷ്യനുള്ളിടത്തോളം കാലം എന്ത് ചെയ്യും? ഭൂമിയിൽ നിലനിൽക്കും എന്നതിൻ്റെ സൂചനയാണ്. നോക്കാം, മനുഷ്യന്റെ ശാപമായി തീർന്നിരിക്കുന്ന പകയുടെ മൂർത്ത രൂപമായിട്ടാണ് അശ്വത്ഥാമാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്നേഹം കൊണ്ട് ഒന്നായിരിക്കുന്നവർ പോലും പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദ്വേഷ മത്സരങ്ങൾ വളർന്ന് വലിയ യുദ്ധങ്ങളായി പരിണമിച്ച് പ്രതികാരം ചെയ്ത് തൻ്റെ അനർഘമായ രത്നം പോയാലും വേണ്ടില്ല, ശത്രുവിനെ വേരോടെ പിഴുതെടുത്തേ അടങ്ങുകയുള്ളൂ എന്ന വാശിയാണ് അശ്വത്ഥാമാവിന്. കാരണം പകയാണ് ഇതിൻ്റെ പ്രേരക ശക്തി. പക എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, അതിന് നാശമില്ല. അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചത്. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകയിൽ. ഈ വരികളിൽ തെളിയുന്ന ആശയം പാഠഭാഗത്ത് ഉചിതമായ ഒരു സന്ദർഭവുമായി ബന്ധിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യ മനസ്സിൽ കുടിലതയേറിയാൽ, ദുഷ്ടത കടന്നു വന്നാൽ അത് വിഷത്തേക്കാൾ മാരകമാണ്. ധർമ്മയുദ്ധമെന്ന് പുകൾപ്പെട്ട മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ അറുംകൊല ഇതിനൊരു ഉദാഹരണമാണ്. കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ഒടുക്കത്തിൽ നടന്ന ദ്രോണരുടെ മകനായ അശ്വത്ഥാമാവിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ അറുംകൊല ഈ പറയപ്പെട്ട മനുഷ്യ മനസ്സ് മലീമസമാകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അർദ്ധരാത്രി യുദ്ധശ്രാന്തരായി പടകുടീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലരെ മുഴുവനും നിഗ്രഹിച്ചതിന് പുറമെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിസ്സഹായരും നിരാലംബരുമായ മറ്റെല്ലാവരെയും വെട്ടിയും കുത്തിയും അതിക്രൂരമായി കൃപരും കൃതവർമാവും ദ്രൗണിയും ചേർന്ന് കൊന്നു. നിഷ്ഠൂരവും ധർമ്മവിരുദ്ധവുമായ ഈ അറുകൊലയ്ക്ക് ശേഷം ഭാഗീരഥി കച്ചത്തിൽ വെച്ച് പാണ്ഡവർക്ക് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോഴും ദ്രൗണിയുടെ നീച മനസ്സ് നമുക്ക് കാണാം. സ്വന്തം കഴിവുകേട് മൂലം അസ്ത്രം പിൻവലിക്കാനാവാതെ അയാൾ ഉത്തരയുടെ ഉദരത്തിലുള്ള ശിശുവിന് നേരെ അസ്ത്രം തിരിച്ചുവിടുന്നു. അശ്വത്ഥാമാവിൻ്റെ മനസ്സ് ഇവിടെ വിഷത്തേക്കാൾ നീചമാണ്. നീചത്വവും ദുഷ്ടതയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ മനസ്സ് വിഷത്തേക്കാൾ വർജ്യമാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു. മക്കൾ 2 തവണ കേട്ടു നോക്കുക, സെറ്റാവും. ആത്മാവിൻ്റെ വെളിപാടുകൾ നമ്മുടെ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് വരാം. വിഖ്യാത റഷ്യൻ നോവലിസ്റ്റ് ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതം അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10ാമത്തെ അധ്യായമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. തോൽവികളും തകർച്ചകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും കൊണ്ട് അർത്ഥശൂന്യമായ ജീവിതമാണ് തൻ്റേതെന്ന് ദസ്തയേവ്സ്കി ചിന്തിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ദസ്തയേവ്സ്കിക്ക്. ഇതിനിടയിലൊന്നും ജീവിതത്തെ വെറുക്കാൻ ദസ്തയേവ്സ്കി എന്ത് ചെയ്തിട്ടില്ല? പഠിച്ചിട്ടില്ല. ഈ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് ആരെ പ്രേരിപ്പിച്ചത്? ദസ്തയേവ്സ്കിയെ. അപ്പോഴും മനസ്സിലേക്ക് ജീവിതത്തിലെ ഒറ്റപ്പെട്ട ഹൃദ്യമായ ഓർമ്മകളും കടമകളും കടന്നു വരുന്നു. തൻ്റെ ജീവിതം വൃഥ കളയേണ്ടതല്ലെന്നും ഇനിയും പലതും ചെയ്തു തീർക്കാനുണ്ടെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു ശുഭാപ്തി വിശ്വാസം മനസ്സിൽ ഉദിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആത്മാവിൻ്റെ വെളിപാടുകൾ. മേരിയായുടെ മകനായ പാശക്കും മറ്റുള്ളവർക്ക് വേണ്ടി വിലപ്പെട്ടതെല്ലാം വിറ്റതും ജ്യേഷ്ഠന്റെ അനാഥമായ കുടുംബത്തെ സംരക്ഷിക്കുന്നതും മറ്റുള്ളവരുടെ സുഖത്തിനായി ഓരോ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കുന്നതും നന്മയുടെ മൂർത്തിയായ ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്നതും ദസ്തയേവ്സ്കിയുടെ മനസ്സിലെ സ്നേഹാർദ്രതയെ കാട്ടിത്തരുന്നു. ബന്ധങ്ങളുടെ മഹത്വവും അവ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ദസ്തയേവ്സ്കി തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഒപ്പം ആത്മഹത്യയുടെ മൗഢ്യവും അർത്ഥശൂന്യതയും വ്യക്തമാക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പരാജയങ്ങളോ നഷ്ടങ്ങളോ പോലും താങ്ങാനാവാതെ കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ലഹരികൾക്കും അടിമയായി വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യയിലേക്കും വഴുതിപ്പോകുന്ന ആധുനിക തലമുറയ്ക്ക് എന്താണ് ജീവിതത്തിൻ്റെ സൗന്ദര്യവും ലക്ഷ്യവുമെന്ന് കാട്ടിത്തരികയാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന പാഠഭാഗം. സെറ്റാണല്ലോ? നോക്കുക, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ജീവിതത്തെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ദസ്തയേവ്സ്കി പറയുന്നുണ്ട്. ഇതിനടിസ്ഥാനത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള ദസ്തയേവ്സ്കിയുടെ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യുക. ദസ്തയേവ്സ്കി ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്? ജീവിതത്തിലെ ദുരിതങ്ങൾക്കിടയിൽ ബൈബിൾ പഴയ നിയമത്തിലെ കഥാപാത്രമായ ഇയ്യോബ് തൻ്റെ ജന്മനേരത്തെ ശപിക്കുന്ന ഒരു ഭാഗം നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ താൻ അങ്ങനെയൊന്നും ശപിക്കുന്നില്ല എന്നാണ് ദസ്തയേവ്സ്കി പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളുടെയും അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെടുകയും പീഠാനുഭവങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുകയും ചെയ്തു. അനുഭവങ്ങൾ മഹാനായ സാഹിത്യകാരന് മുമ്പിൽ ദുരന്തങ്ങളല്ല, മറിച്ച് തൻ്റെ സർഗരചനയ്ക്കാവശ്യമായ പാഠങ്ങളാണ്. ഈ അനുഭവങ്ങളെ അപഗ്രഥിച്ചാണ് പുതിയ നിരീക്ഷണങ്ങളിലേക്ക് ഓരോ സാഹിത്യകാരനും പോകുന്നത്.
തൻ്റെ കണ്ടെത്തലുകൾ കഥാപാത്രങ്ങളിലൂടെ പകർന്നു നൽകുന്നു. ജീവിതത്തെ വെറുക്കുവാൻ കഥാപാത്രത്തെ പഠിപ്പിക്കുമല്ലേ എന്ന അന്നയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലും മുകളിൽ പറഞ്ഞ ആശയം തന്നെയാണുള്ളത്. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ തിരിച്ചറിയാനുള്ള മാർഗമായി അദ്ദേഹം കണ്ടു. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളെ വെറുക്കാതെ, ഇയ്യോബിനെ പോലെ ജന്മനേരത്തെ ശപിക്കാതെ ദസ്തയേവ്സ്കി ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. 2 തവണ കേൾക്കുക, സെറ്റാക്കുക. ദുരന്തങ്ങൾക്കിടയിലും ദസ്തയേവ്സ്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ എന്തെല്ലാം? ദസ്തയേവ്സ്കിയുടെ ജ്യേഷ്ഠൻ മൈക്കിളിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എപ്പോക്ക് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ദസ്തയേവ്സ്കിയുടെ സാഹിത്യ ജീവിതത്തിന്റെ നാഴികക്കല്ലായിരുന്ന അധോതല കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചത്. ഇത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നല്ല ഓർമ്മയാണ്. ഏറെ സുഖം തോന്നുന്ന ഓർമ്മയാണത്. ഇനി ഭാര്യ മരിയയോടൊത്തുള്ള ജീവിതവും മറക്കാനാവാത്ത ഓർമ്മയാണ്. മരിയ അല്ലെങ്കിൽ മേരിയ തൻ്റെ ഭർത്താവിനെ അഗാധമായി സ്നേഹിച്ചു. തിരിച്ച് ദസ്തയേവ്സ്കിയും. അത്ര ഗംഭീരമായ സ്നേഹത്തിൽ നിന്നാണ് അവരുടെ ജീവിതം ആരംഭിച്ചത്. ഭാര്യ മരിയയോടും ചേട്ടൻ മൈക്കിളിനോടും പകരം വെക്കാൻ കഴിയാത്ത സ്നേഹം അയാൾക്കുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ മേരിയ ഇസവേയാണെന്നുള്ള തിരിച്ചറിവ് ഇദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ ഓർമ്മയുടെ ഭാഗമാണ്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു. ദസ്തയേവ്സ്കിയുടെ ഈ വാക്കുകൾ പാഠഭാഗത്ത് തെളിയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തലയിൽ കൊണ്ട് നടക്കേണ്ടി വരിക എന്നത് ദസ്തയേവ്സ്കിയുടെ ശീലമാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ആ ചരടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരത്തിനകത്ത് എഴുതി വെക്കേണ്ടത്. ഇതിന് അനുയോജ്യമായ രീതിയിൽ തന്നെയായിരുന്നു ദസ്തയേവ്സ്കിയുടെ ജീവിതം. താൻ ഏറെ സ്നേഹിച്ച ഭാര്യയുടെ മരണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രശ്നമായിരുന്നു. വല്ലാതെ തളർത്തുകയും ജീവിതത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിക്കുകയും ചെയ്തു. ജീവിതത്തിന് ഒരിക്കൽ കൂടി ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ചേട്ടൻ്റെ മരണം സംഭവിച്ചു. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹത്തിന് തലയിൽ വരുന്നു. അത് അദ്ദേഹത്തിന് താങ്ങാവുന്നതിനും അപ്രമാദിക്കുന്നു. മാത്രമല്ല, ചേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങളും ചേട്ടൻ്റെ കുടുംബവും ദസ്തയേവ്സ്കിയുടെ ചുമലിലായി. ഇതും അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽപ്പെട്ടതായിരുന്നു. കൂടാതെ ആദ്യ ഭാര്യയായ മേരിയയുടെ മകനായ പാഷയുടെ അച്ചടക്കമില്ലാത്ത ജീവിതം ഇത് അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. സ്റ്റെലോവ്സ്കിയുമായി ഉണ്ടാക്കിയ കരാർ അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നു. കടങ്ങൾ വർദ്ധിച്ചതുകൊണ്ടാണ്. നവംബർ 1 മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാനുള്ളതിൻ്റെയും അവകാശം അയാൾക്കായി തീരുമെന്ന ചിന്തകൾക്കൊപ്പം കൂടെ ഉണ്ടാകുന്ന ചുഴലിയിളക്കം. അപ്പം അടുത്ത പ്രശ്നം കിട്ടി നമുക്ക്. ചുഴലിളക്കം വീണ്ടും ജീവിതത്തെ സംഘർഷഭരിതമാക്കുന്നു. എഴുതാൻ ഉദ്ദേശിക്കുന്ന മഹത്തായ രചനയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ നിറയുമ്പോഴേക്കും അന്നയുടെ സാന്നിധ്യം നഷ്ടമാകുമോ എന്ന ചിന്ത 9ാമത്തെ പോയിന്റ് ഒരു കനലായി മനസ്സിൽ നിറയുന്നുണ്ട്. ഇങ്ങനെ അസ്വസ്ഥതകളുടെ തുടർക്കഥയായിരുന്നു വിഖ്യാതനായ ഈ നോവലിസ്റ്റിൻ്റെ ജീവിതം. അനുഭവത്തിൻ്റെ ഈ ചരടുകളെല്ലാം കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് ദസ്തയേവ്സ്കിയുടെ ജീവിതം പിടയുകയായിരുന്നുവെന്ന് നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു. സെറ്റാണല്ലോ. നമ്മുടെ 3ാമത്തെ യൂണിറ്റ് പ്രലോഭനം, യുദ്ധത്തിൻ്റെ പരിണാമം, ആത്മാവിൻ്റെ വെളിപാടുകൾ ഒറ്റ വീഡിയോയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തവണ കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒട്ടും മറക്കാതെ എന്ത് ചെയ്യണം മക്കൾ? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.